ആലത്തൂർ, തൃശൂർ, പൊന്നാനി, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ആദ്യം ഇന്ന് കേരളത്തിൽ സംസാരിച്ചത്. കടുത്ത ചൂടിനെയും അവഗണിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മഹാസമ്മേളനത്തിലേക്ക് വന്നത്. അവിടുത്തെ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം വിമാനമാർഗം നേരെ വന്നത് തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലായിരുന്നു അടുത്ത മഹാസമ്മേളനം. കാട്ടാക്കടയിൽ നടന്നത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം. അവിടെയും പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വന്നിറങ്ങുന്നതിന് മുമ്പ് വരുന്ന വഴിയിൽ തങ്ങി നിന്ന 10,000-കണക്കിന് ആളുകളെ കണ്ടപ്പോൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റി നമ്മുടെ നരേന്ദ്രമോദി കാറിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുമ്പോട്ട് നീങ്ങി. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിലേക്കുള്ള 6ാം തവണത്തെ വരവിൽ തിരുവനന്തപുരത്തുകാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് അപ്രതീക്ഷിത സമ്മാനമാണ്. പ്രധാനമന്ത്രി കാട്ടാക്കടയിലെ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് എത്തിയപ്പോഴും സ്ഥിരം സസ്പെൻസുകൾ പ്രധാനമന്ത്രി ഒളിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് കാട്ടാക്കടയിലെത്തിയത്. അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലേക്ക് പോകും വഴി ചൂണ്ടുപലക ജംഗ്ഷനിൽ അപ്രതീക്ഷിതമായി ട്വിസ്റ്റ്. പ്രധാനമന്ത്രിയെ കാണാനെത്തിയ സാധാരണക്കാർക്കിടയിലേക്ക് സാധാരണക്കാരനായി പ്രധാനമന്ത്രിയും ഇറങ്ങിച്ചെന്നു. മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെ കാണാൻ കാത്തുനിന്ന പ്രവർത്തകർക്ക് സ്വപ്ന സാഫല്യമായിരുന്നു ഇത്. ഒരുപാട് അധികമായി പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് സാധിച്ചത്. എങ്ങനെ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിക്കുന്ന കാട്ടാക്കട മണ്ണിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തിക്കും? എങ്ങനെ കാണും? ഇത്ര അടുത്ത് കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷമായി. കാര്യം എന്താ പറയുക, നമ്മൾ എല്ലാവർക്കും തന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ടായി. വണ്ടിക്കകത്തിരുന്ന് മാത്രമല്ല നമ്മൾ കണ്ടത്, ഇവിടെ മറ്റുള്ളവരൊക്കെ പോകുമ്പോൾ കാണാനല്ല, വണ്ടിക്കകത്ത് കാണാൻ പോലും പറ്റത്തില്ല. ഇത്ര അടുത്ത് കണ്ടതിൽ തന്നെ ഏറ്റവും അധികം സന്തോഷം. വാഹനത്തിൽ നിന്ന് സീറ്റ് ബെൽറ്റ് ഊരി ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഇറങ്ങുന്നു. നമ്മുടെ തൊട്ട് മുമ്പിൽ ഇറങ്ങിയപ്പോൾ വളരെ ഒരു അത്രയും സന്തോഷമായി. പ്രധാന സേവകൻ കാട്ടാക്കടയിലേക്ക് എത്തിയെങ്കിലും ഇത്തരത്തിലൊരു സസ്പെൻസ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രധാനമന്ത്രിയെ കാണാനായ സന്തോഷത്തിലാണ് ഇവരെല്ലാം. എല്ലാവരെയും പരിഗണിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്നും ചിലർ പറഞ്ഞു. സന്തോഷമായിരുന്നു. അടിപൊളി, കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ്. നമ്മളെ ഒരു വലിയ മോഹം സാധിച്ചു. നമുക്കിനി ചത്താലും മതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി NDA പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല തലസ്ഥാന ജില്ലയെയും കാട്ടാക്കടയിലെ ഓരോ സാധാരണ ജനങ്ങൾക്കിടയിലേക്കും എത്തി ആവേശം നൽകി. കുഞ്ഞു കൂട്ടുകാരുൾപ്പെടെ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.